ആ എത്ര നാളായി ഇവിടെ വന്നിട്ട്? 13 വർഷം. എങ്ങനെയാ ഇവിടെ വന്നത്? സുഖമില്ലാതെ. എങ്ങനെയാ വന്നത്? എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പോയത്? വീട്ടിൽ നിന്ന് എങ്ങനെയാണ്? ഭർത്താവ് മരിച്ചു. എനിക്ക് മനപ്രയാസനായി. ആ അപ്പം അത് ரொம்ப സുഖമില്ലാതായി. നമ്മൾ സുഖം മാറി അങ്ങനെ ഇതിലുണ്ടാക്കിയിട്ട് പോയത്. ആ ആ എവിടെയാണ് വീട് ശരിക്കും? വീടോ? വീട് ഇരുട്ടള. മറയൂരിലിരുന്ന് കുറച്ചു നേരം വനത്തിൽ നടക്കണം. കുടിക്ക് ആദിവാസികൾ ഇരിക്കുന്നത് തനിത്തനിയാ കുടികൾ. കുടികെട്ടി 40 വീട് 50 വീട് ഒരിടത്തിൽ അങ്ങനെ ആദിവാസികൾ ഇരിക്കുന്നത്. അപ്പം തമിഴും ഇല്ല മലയാളവും ഇല്ല, ആദിവാസിനാണ്. സുഖമില്ലാതെ ഇവിടെ വന്ന് മരുന്ന് മാത്ര എല്ലാം തന്ന് ഇവിടെ വന്ന് സുഖാക്കി. ഇതുവരെ ഒന്നും കുറയില്ല. വയറ്റിലേക്ക് ചോറ് തരണുണ്ട്, പപ്പ തുണി തരണുണ്ട്, എണ്ണ തരണുണ്ട്, കിടക്ക വീട്, കട്ടല മെത്ത ലൈറ്റ് പാന് എല്ലാം പപ്പ കുറയില്ലാതെ ഇതുവരെക്കും വെച്ചിരുന്നത്. സന്തോഷമാണോ ഇപ്പൊ പോവാൻ? വീട്ടിലോട്ട് തിരിച്ചു പോവല്ലേ? സന്തോഷമാണോ? അപ്പൊ ഇനി പോയി അവിടെ ഞാന് അമ്മേനെ പാത്തിട്ട് വരും. അമ്മേനെ പാത്തിട്ട് വരും. മക്കളൊക്കെ എത്ര പേര് അറിയാവോ? മക്കളൊക്കെ ഒരു മോൾക്ക് 4 പിള്ളേര്, മൂത്തോളൊക്കെ. പിന്നെ ഒരുത്തിക്ക് 2, പിന്നെ ഒരുത്തിക്ക് 3. അങ്ങനെ 3 മക്കളൊക്കെ കൊച്ചുകളും ആയി. ഇപ്പൊ ഇവിടെ ഇപ്പൊ ആരാ വന്നിട്ടുള്ളത്? കൊണ്ടുപോകാൻ ഇപ്പൊ ആരാ വന്നേ? പിള്ളേർക്കാ ഇപ്പൊ കൊണ്ടുപോകാൻ ഇപ്പൊ ആരാ വന്നേക്കുന്നത്? 3 മക്കളും വന്നിട്ടുണ്ടോ അതോ ഒരാളെ വന്നുള്ളോ? അത് അനിയത്തിന് മക്കള്. പിന്നെ അനിയത്തിന് മക്കള് 3 ആളും, പിന്നെ മോളെ കെട്ടിയ ആള് ഒരാള്, കല്യാണം കഴിച്ച ആള്. അത് അവർ ഭാര്യയും ഭർത്താവോ ഇപ്പൊ വന്നിട്ടുണ്ടല്ലേ കൊണ്ടുപോകാൻ അല്ലേ? ശരി ശരി. നവജീവനിൽ രുക്മിണി 13/3/2008 വന്നതാണ്. മറയൂർ മേഖലയിൽ വളരെ കാടിനോട് വളരെ അടുത്തുള്ള ഒരു ഊരിൽ നിന്നാണ് രുക്മിണി ഇവിടെ കൊണ്ടുവരുന്നത്. വളരെ 2008 ഇവിടെ വരുമ്പോൾ വളരെ വികൃതമായിട്ട് അല്ലെങ്കിൽ മാനസിക രോഗത്താൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇവിടെ വന്ന രുക്മിണി ഇവിടുത്തെ ചികിത്സ ഏറ്റ് അതുപോലെ തന്നെ നവജീവനിലെ മറ്റ് കാര്യങ്ങളും എല്ലാം ചെന്ന് രുക്മിണി നല്ല ഒരു മാനസിക നിലയിലെത്തുകയും പിന്നീട് നവജീവനിൽ ഓരോ കാര്യങ്ങളിലും നമ്മുടെ അടുക്കളയിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് സഹായങ്ങൾ ചെയ്യാനൊക്കെ രുക്മിണി തയ്യാറാവുകയായിരുന്നു. അങ്ങനെ രുക്മിണി വളരെ സന്തോഷപൂർണ്ണമാണ് നവജീവനിൽ താമസിച്ചിരുന്നത്. രുക്മിണിയെ ഇവിടെ അന്ന് കൊണ്ടുവരുന്നത് അന്നത്തെ മറയൂർ പ്രോജക്റ്റ് മെമ്പർ CFCO എന്ന മറയൂർ അവിടുത്തെ പ്രോജക്റ്റിന് വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ചിരുന്ന ഫെസിലിറ്റേറ്റർ മേരി റാണി എന്ന ആളാണ്. അവർ ഇവിടെ നവജീവനിലേക്ക് ഇവിടെ എത്തിക്കാനായിട്ടുള്ള മറ്റ് പേപ്പർ കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് നമുക്ക് റെഡിയാക്കി തന്ന് നമ്മളെ സഹായിക്കാമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അങ്ങനെ മറയൂരിൽ നിന്ന് നവജീവൻ്റെ വണ്ടിയെന്ന് രുക്മിണിയെ നവജീവനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വളരെ സന്തോഷം. ഇന്നത്തെ ഈ ദിവസം രുക്മിണിയുടെ മക്കൾ ഇവിടെ വരികയും രുക്മിണിയെ തിരികെ അവരുടെ ഊരിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. അതിന് ഇടയ്ക്കൊക്കെ മക്കൾ ഇവിടെ വരാറും കാണാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഊരിൽ ഉള്ള അതേ ബന്ധം അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. എന്നും ആ ഹൃദയബന്ധത്തിൻ്റെ പുറത്താണല്ലോ ഈ 13 വർഷങ്ങൾക്ക് ആയിട്ടും രുക്മിണിയെ അവർ തിരികെ അവരുടെ ഊരിലേക്ക് കൊണ്ടുപോവുകയും അവിടെ സുഖമായിട്ട് ജീവിക്കാൻ, മക്കളോടൊത്ത് സന്തോഷപൂർവ്വം ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ തിരിച്ച് ഏറ്റെടുക്കുകയും ചെയ്തു. അതിൽ നവജീവനിലായിരുന്ന സമയവും നമുക്ക് രുക്മിണിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞു. നവജീവനുള്ള പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ഒത്തിരി ഞങ്ങൾ സന്തോഷത്തോടെ രുക്മിണിയെ സ്വീകരിച്ചു. ഡോക്ടറെ കാണിച്ചു, മരുന്ന് തന്നു, നല്ല ഭക്ഷണം തന്നു, സ്നേഹം തന്നു, എല്ലാം തന്നു. 13 വർഷമായി. നീ അമ്മയെ കാണാൻ പോവുക. സന്തോഷമായി അമ്മേനെ കാണാൻ പോവുക. അമ്മയ്ക്ക് നടക്കാൻ വയ്യെന്ന് പറഞ്ഞു. അമ്മയെ കണ്ടിട്ട് വലിയൊരു സന്തോഷമാണ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അമ്മയ്ക്ക് ரொம்ப സന്തോഷം. അപ്പ ഉണ്ടോ? അപ്പ അല്ല, ഭർത്താവില്ല, മരിച്ചു. അത് ഞങ്ങൾക്ക് സുഖമില്ലാതായി. അപ്പനും അമ്മയും മരിച്ചപ്പോഴത്തേനും അപ്പനും എൻ്റെ ഭർത്താവ് മരിച്ചു, അപ്പനും മരിച്ചു. അതേ സങ്കടം. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചേക്കാം. എന്ന് നവജീവനെ ഓർക്കണേ. നവജീവനെ അപ്പയും ഓർക്കും.
അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവായ ഈശോയെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണമേ. ഈശോയുടെ മകളായ രുക്മിണിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ അനുഗ്രഹിക്കണമേ. യേശുവെ അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവെ അനുഗ്രഹിക്കണേ. യേശുവെ അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. പോയി വരാം.